പ്രതിരോധ രംഗത്ത് വമ്പൻ നേട്ടം കൈവരിച്ച് ഇന്ത്യ. DRDO വികസിപ്പിച്ച വിക്രം VT-21 കവചിത വാഹനത്തിന് ആഗോള സ്റ്റനാഗ് ലെവൽ 5 സുരക്ഷാ സർട്ടിഫിക്കേഷൻ ലഭിച്ചിരിക്കുകയാണ്. യുദ്ധഭൂമിയിലെ അത്യാധുനിക സുരക്ഷാ മാനദണ്ഡം ഇനി ഇന്ത്യയുടെ കൈവശം ഭദ്രമായിരിക്കും. യുദ്ധഭൂമിയിൽ സൈനികർക്ക് ഏറ്റവും ഉയർന്ന സുരക്ഷ ഉറപ്പാക്കുന്ന അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളിൽ ഒന്നാണ് ഈ ഒരു ലെവൽ 5 എന്ന് അറിയപ്പെടുന്നത്. ഈ നേട്ടത്തോടുകൂടി തന്നെ ഇത്തരം ഒരു ഉയർന്ന സുരക്ഷാ സാങ്കേതിക വിദ്യ കൈവശമുള്ള ചുരുക്കം രാജ്യങ്ങളുടെ പട്ടികയിൽ ഇപ്പോൾ ഇന്ത്യ ഇടം പിടിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ വലിയ രീതിയിൽ സ്റ്റീലിനേക്കാൾ കരുത്തും ഭാരം കുറവുമായ അത്യാധുനിക കോമ്പോസിറ്റ് ഹോൾ സാങ്കേതിക വിദ്യ ഇതിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഈ സംവിധാനത്തിന്റെ ഏറ്റവും പ്രത്യേകതയായി തന്നെ എടുത്തു പറയുന്നത്. അതേസമയം മേക്ക് ഇൻ ഇന്ത്യയുടെ ശക്തി വീണ്ടും തെളിയിച്ചുകൊണ്ട് സ്വയം പര്യാപ്തതയിലേക്ക് വൻ ചുവടുവെപ്പാണ് ഈ നേട്ടത്തിലൂടെ തന്നെ കൈവരിക്കാൻ ഇവിടെ ഇന്ത്യക്ക് വലിയൊരു നേട്ടമായി തന്നെ സാധിച്ചിരിക്കുന്നതായി തന്നെ വിലയിരുത്തപ്പെടുന്നുണ്ട്. വിക്രം VT-21 25 mm വലിപ്പമുള്ള ഷെൽ ആക്രമണങ്ങളെയും പ്രതിരോധിക്കാവുന്ന തരത്തിലുള്ള സുരക്ഷാ സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. കിലോമീറ്ററുകൾ അകലെ നിന്നുള്ള കനത്ത വെടിവെപ്പിനെയും പ്രതിരോധിക്കുവാനും ശേഷിയുണ്ടതിന്. കൂടാതെ തന്നെ കനത്ത സ്ഫോടനങ്ങളെയും അതുപോലെ മൈനുകളെയും അതിജീവിക്കാൻ സഹായിക്കുന്ന മോഡുലാർ ബ്ലാസ്റ്റ് പ്രൊട്ടക്ഷൻ സംവിധാനവും ഇതിലുണ്ട്. ഈ സാഹചര്യം കണക്കിലെടുത്താണ് സ്റ്റാൻഡ് സുരക്ഷാ സർട്ടിഫിക്കറ്റ് ഇതിന് നൽകിയിരിക്കുന്നത്. 500 മീറ്റർ അകലെ നിന്നുകൊണ്ട് തന്നെ പ്രയോഗിക്കുന്ന 25 mm വലിപ്പമുള്ള അംറോൺ പിയേഴ്സിംഗ് ഡിസ്കാർഡിംഗ് സപ്പോർട്ട് വെടിയുണ്ടകളെ പോലും പ്രതിരോധിക്കാൻ ഈ ഒരു വാഹനത്തിന് സാധിക്കും. കൂടാതെ തന്നെ 155 mm വലിപ്പമുള്ള പീരങ്കി ഷെല്ലുകൾ 25 മീറ്റർ അടുത്ത് വന്നുകൊണ്ട് പതിച്ചാലും ആ വാഹനത്തിനുള്ളിലെ ആ ഒരു സൈനികർ സുരക്ഷിതരായിരിക്കുമെന്നതാണ് വസ്തുത. കിലോമീറ്ററുകൾ അകലെ നിന്നുള്ള സ്ഫോടനങ്ങളും മൈനുകളും അതുപോലെ പ്രതിരോധിക്കാൻ ഇതിന് പ്രത്യേക ശേഷിയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഡാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റം, ഭാരത് ഫോർജ് എന്നിവയുമായി തന്നെ സഹകരിച്ചുകൊണ്ട് DRDOയും അതുപോലെ വെഹിക്കിൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എക്സ്റ്റാബ്ലിഷ്മെന്റ് എന്ന വിക്രം VT-21 വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. 30 mm വലിയ രീതിയിൽ മനുഷ്യ സഹായമില്ലാതെ തന്നെ പ്രവർത്തിക്കുന്ന പീരങ്കിയാകട്ടെ, 7.62 mm ഷെൽ ഗൺ, ആന്റി ടാങ്ക് ഗൈഡൻസ് മിസൈലുകൾ എന്നിവയ്ക്ക് എന്നിവയാണ് ഈ ഒരു വിക്രത്തിലെ പ്രധാന ആയുധങ്ങളായി തന്നെ ഉപയോഗിക്കുന്നത്. ഇതിന്റെ റിമോട്ട് കൺട്രോൾ വെപ്പൺ സിസ്റ്റം വഴി സൈനികർക്ക് വാഹനത്തിന്റെ സുരക്ഷിതത്വത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ശത്രുക്കളെ ലക്ഷ്യം വെക്കാൻ സാധിക്കും. ചക്രങ്ങളിൽ സഞ്ചരിക്കുന്നതും അതുപോലെ ട്രാക്കുകളിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നതുമായ വകഭേദങ്ങൾ ഇതിനുണ്ട്. ആയുധങ്ങളും സൈനികരുമായി തന്നെ കരയിൽ ഉയർന്ന വേഗത്തിൽ സഞ്ചരിക്കാവുന്ന സാങ്കേതിക വിദ്യയാണ് ഇതിലുള്ളത്. ഹൈഡ്രോജെറ്റ് പ്രൊഫഷൻ വഴി തന്നെ വെള്ളത്തിലും സുഗമമായി തന്നെ ഇതിന് സഞ്ചരിക്കാൻ സാധിക്കും. വാഹനത്തിന്റെ നിർമ്മാണത്തിൽ ഏകദേശം 65% തദ്ദേശീയമായ ഉൽപ്പന്നങ്ങളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പഴയ സോവിയറ്റ് കാലഘട്ടത്തിലെ VMP-2 എന്ന വാഹനങ്ങൾക്ക് പകരമായി തന്നെ ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമാകാൻ ഒരുങ്ങുന്ന വിക്രം VT-21 ആകട്ടെ ഭാവിയിലെ യുദ്ധമുഖങ്ങളിൽ ഇന്ത്യൻ സൈനികർക്ക് കരുത്തുറ്റ കവചമായി തന്നെ മാറുമെന്നതിലും സംശയമില്ല. പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനുള്ള ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് പദ്ധതിക്ക് വലിയ ഊർജമാണ് ഈ നേട്ടം നൽകിയിരിക്കുന്നത്. ഭാവിയിൽ കയറ്റുമതി സാധ്യതകൾ കൂടി വർദ്ധിപ്പിക്കുന്നതാണ് പുതിയ അംഗീകാരമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.